നമ്മുടെ മക്കളുടെ റിസൾട്ട് വന്നു. SSLCയുടെയും +2-ൻ്റെയൊക്കെ റിസൾട്ട് വന്നു. രക്ഷിതാക്കൾ എന്ന നിലക്ക് സ്വാഭാവികമായും നല്ല പഠനത്തിന് വേണ്ടി നല്ല ജോലി സാധ്യതയുള്ള കോഴ്സുകളിലേക്ക് കുട്ടികളെയൊക്കെ നമ്മൾ ഉയർന്ന പഠനത്തിന് വേണ്ടി നമ്മൾ പര്യാപ്തമാക്കും. വളരെ നല്ലതാണ് പഠനവും ജോലിയും അഭിമാനവും ഒക്കെ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വിജയം എന്നത് എന്താണ്? എന്തിനാണ് നമ്മൾ വിജയം എന്ന് പറയാം? ലക്ഷ്യം നേടിയെടുക്കുന്നതിൻ്റെ പേരാണ് വിജയം. എന്തൊരു കാര്യമാണോ നമ്മൾ ഗോളായി സെറ്റ് ചെയ്തത് അത് നേടിയെടുക്കുന്നതിൻ്റെ, അത് അച്ചീവ് ചെയ്യുന്നതിൻ്റെ പേരാണ് സക്സസ്. ഏതൊരു മനുഷ്യനും അവന് ലക്ഷ്യമുണ്ടായിരിക്കണം. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ട്. ഒരു യാത്ര പോകുമ്പോൾ ആ യാത്രയുടെ അപ്പുറത്ത് നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവും. ഒരു വസ്ത്രം ധരിക്കുമ്പോൾ, ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ, ഒരു ജോലി ചെയ്യുമ്പോൾ, സമ്പാദിക്കുമ്പോൾ, വീട് വെക്കുമ്പോൾ, ഏതൊരു കാര്യത്തിനും നിങ്ങളിവിടെ വന്ന് ഇരിക്കുമ്പോഴും ഇരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇരിക്കുന്നത്. ആ ഇരുത്തത്തിൻ്റെ അപ്പുറത്തൊരു ലക്ഷ്യമുണ്ടായിരിക്കും. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നൊരു ലക്ഷ്യം വേണം. നമ്മുടെ മക്കൾക്കും നമ്മൾ കൊടുക്കേണ്ടത് അതാണ്. ഭാവിയിൽ ആരാകണം എന്നൊരു ലക്ഷ്യം വെച്ചിട്ട് വേണം അത് നേടിയെടുക്കാൻ വേണ്ടി കുട്ടികൾ പണിയെടുക്കാൻ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്, അവന്റെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്, അവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക, സ്വർഗത്ത് പ്രവേശിക്കുക എന്നുള്ളതാണ്. ലക്ഷ്യം വെക്കാതെ ഒരാൾക്ക് വിജയം ഉണ്ടാവില്ല. ലക്ഷ്യം വെക്കാത്ത ഒരാൾക്ക് വിജയമല്ല. ദർ ഇസ് നോ സക്സസ് വിത്തൗട്ട് ഗോൾ എന്നാണ്. ലക്ഷ്യം നേടിയെടുക്കുന്നതിന്റെ പേരാണ് വിജയമെങ്കിൽ ലക്ഷ്യമില്ലാത്ത ഒരാൾക്ക് വിജയം ഉണ്ടാവില്ല. നമ്മൾ അടിസ്ഥാന വിജയം എന്ന് പറയുന്നത് പരലോകത്ത് സ്വർഗം കിട്ടണം, നരകത്തിലേക്ക് ഒരിക്കലും പ്രവേശിക്കപ്പെടരുത് എന്നതാണ്. നമ്മൾ മക്കൾ എന്ത് പഠിക്കാൻ പോവുകയാണെങ്കിലും, ഏത് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ പോവുകയാണെങ്കിലും, ഏത് വലിയ കമ്പനിയിൽ ജോലി ചെയ്യാൻ പോവുകയാണെങ്കിലും ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് പരലോകത്ത് സ്വർഗം കിട്ടലാണ് എന്ന് നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മളത് ഉൾക്കൊള്ളുകയും വേണം. വിശുദ്ധ ഖുർആനിൽ നമുക്കൊക്കെ സുപരിചിതമായൊരു വചനമാണ് സൂറത്ത് ആൽ ഇംറാനിലെ 185-ാമത്തെ വചനം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ നഫ്സും അത് മരണത്തിന്റെ രുചി അത് അനുഭവിക്കുക തന്നെ ചെയ്യും. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. ഭൂമിയിൽ വെച്ച് മനുഷ്യൻ ചെയ്ത ഓരോ പ്രവർത്തനത്തിന്റെയും പരിപൂർണമായ പ്രതിഫല പൂർത്തീകരണം അത് ഖിയാമത്ത് നാളിലേ നടക്കുകയുള്ളൂ. ഒരു മനുഷ്യന് ഒരു നേരം നിങ്ങൾ കൊടുക്കുന്ന ഒരു ഭക്ഷണത്തിന് പോലും എത്രത്തോളം അതിന്റെ ആധാറുകളുണ്ട്. അവന്റെ ശരീരത്തിലുണ്ടായ ഉണർവ്, അവന്റെ ശരീരത്തിലുണ്ടായ മിനറൽസ്, ന്യൂട്രീഷൻസ്, അതിലൂടെ അവന് കിട്ടിയിട്ടുള്ള ആരോഗ്യം, ഇതൊന്നും നമുക്ക് കണക്കാക്കാൻ പറ്റുമോ? ഒരു കുട്ടിക്ക് നിങ്ങളൊരു വിദ്യാഭ്യാസം കൊടുത്തു, അതുകൊണ്ട് അവന് ജീവിതത്തിലുണ്ടായ പ്ലസ് പോയിന്റ്സ് നമുക്ക് കണക്കാക്കാൻ പറ്റുമോ? ഒരിക്കലും ഒരു മനുഷ്യൻ ചെയ്ത ഒരു പ്രവർത്തനത്തിന്റെയും പൂർണ്ണമായ തിക്തമായ പ്രതിഫലം ഭൂമിയിൽ കണക്കാക്കാൻ കഴിയില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെ കണക്കാക്കി തരുള്ളൂ. അങ്ങനെ ഓരോ മനുഷ്യൻ, ഭൂമിയിൽ പിറന്നു വീണ മുഴുവൻ മനുഷ്യർക്കും അവരവർ ചെയ്ത നന്മ തിന്മകൾക്കുള്ള പ്രതിഫലം പൂർത്തീകരിച്ച് കൊടുക്കുമ്പോൾ ഫമൻ സുഹ്സിഅ അനിൻ നാരി, ആരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണോ ഒരു മനുഷ്യൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും വഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തത്, ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചത്. അതാണ് യഥാർത്ഥ വിജയം. ബാക്കിയുള്ള എല്ലാ വിജയങ്ങളും താൽക്കാലികമാണ്. എത്ര വലിയ വീടുണ്ടാകട്ടെ, എത്ര വിദേശ നിർമ്മിത കാറുകൾ നമ്മുടെ മുറ്റത്തുണ്ടാകട്ടെ, ജനങ്ങൾക്കിടയിൽ എത്ര വൈറ്റ് കോളർ ജോലി ഉണ്ടാകട്ടെ, എത്ര വലിയ പ്രശംസ പിടിച്ചു പറ്റിയൊരു മനുഷ്യനാകട്ടെ, എത്ര വലിയ ആരോഗ്യവാനാകട്ടെ, അതൊക്കെ നശിക്കും. അതിനൊന്നും സ്ഥായിയായ നിലനിൽപ്പില്ല. കുറച്ചു കാലം നമ്മളൊക്കെ ജീവിതത്തിൽ ആയുസ് കണക്കാക്കുന്നതിൽ 70, 80, 90 കൊല്ലം. ഒരു 70, 80 അതാണ്. മാബൈന സിത്തീന വസബഈൻ, 60-ന്റെ 70-ന്റെ അടക്കാണ് ഈ ഉമ്മത്തിന് അള്ളാഹു കണക്കാക്കിയ ആയുസ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹിന്റെ റസൂല് പോയത് 63-ലാണ്.
അബൂബക്കർ സിദ്ദീഖ് പോയത് 63-ലാണ്, ഉമറുൽ ഫാറൂഖ് പോയത് 63-ലാണ്. ആ 60-ന്റെ 70-ന്റെ അടുക്ക. കുറച്ച് ആളുകൾക്ക് അതിന് മുകളിലേക്ക് പോകും, കുറച്ച് ആളുകൾ അതിന് താഴെ നിന്ന് മരിച്ചു പോയി എന്ന് വരും. ഏതായാലും ഈ 70 വയസ്സ് മാത്രം ഭൂമിയിൽ നമ്മൾ എന്ത് കഷ്ടപ്പാടാണെങ്കിലും അനുഭവിക്കേണ്ടതുള്ളൂ, എത്ര വലിയ സുഖസൗകര്യങ്ങൾ ഉണ്ടെങ്കിലും അനുഭവിക്കാനുള്ളൂ. പിന്നെയുള്ള ഈ കഷ്ടപ്പാടാണെങ്കിലും സുഖങ്ങളാണെങ്കിലും പിന്നെ അനുഭവിക്കുന്ന ഫുള്ള് എവിടെ? 70 ലക്ഷം കോടി കൊല്ലം ജീവിച്ചാലും മരിക്കാത്ത ഒരു സ്വർഗം അല്ലെങ്കിൽ നരകം. അവിടെ വിജയിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ആത്യന്തികമായ ലക്ഷ്യം. അതിനു വേണ്ടി നമ്മൾ എന്ത് പണിയെടുത്തു? ഇവിടെ ജോലി കിട്ടാൻ വേണ്ടി നമ്മൾ എത്ര പഠിച്ച്, എത്ര അധ്വാനിക്കണം? ഒരു വീടുണ്ടാക്കാൻ, സ്ഥലം വാങ്ങാൻ, വാഹനം വെക്കാൻ, കുടുംബം പോറ്റാൻ എത്രമാത്രം നമ്മൾ അധ്വാനിക്കുന്നുണ്ട്. പരലോകത്ത് വിജയിക്കാൻ വേണ്ടി നമ്മൾ എത്ര പഠിച്ചിട്ടുണ്ടാവും, എത്ര ചെലവാക്കിയിട്ടുണ്ടാവും പഠനത്തിന് സമയം. നമ്മളെ ഇബാദത്തുകളും നമ്മുടെ വിശ്വാസങ്ങളും ഒക്കെ ഒന്ന് നന്നാക്കാൻ നമ്മൾ എത്രമാത്രം പഠിച്ചിട്ടുണ്ടാവും. അതോ ഈ മിമ്പറിൽ നിന്ന് കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ജീവിതം നന്നാക്കിയാൽ മതിയോ? നിങ്ങൾക്ക് ആവശ്യമുള്ളത് മുഴുവൻ മിമ്പറിൽ നിന്ന് കിട്ടും. നിങ്ങൾക്ക് ആവശ്യം നിങ്ങളെ പഠിക്കണ്ടേ? നമ്മളുടെ പഠനം എത്രത്തോളം ഉണ്ടായിരിക്കും? നമ്മുടെ മക്കൾ അവരെത്ര മാത്രം പഠിച്ചിട്ടുണ്ടാവും? നമ്മുടെ മക്കൾ നമ്മുടെ കൈകളിൽ അള്ളാഹു ഏൽപ്പിച്ചൊരു അമാനത്താണ്. ഒന്നും അറിയില്ല അതിന്, ഒന്നും അറിയില്ല. ഒരു നെഗറ്റീവ് എനർജി ഇല്ലാതെ, ഒരു ദേഷ്യം, വാശി, അസൂയ, പക, വിദ്വേഷം, കുസൃതി ഒന്നും അറിയില്ല. ഒന്നുമില്ലാതെ കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ശുദ്ധമായ പ്രകൃതിയിൽ നമ്മുടെ കൈകളിൽ അള്ളാഹു ഏൽപ്പിച്ച് തന്നൊരു കുഞ്ഞ് പിന്നെ എങ്ങനെ വികൃതിക്കാരനായത്? പിന്നെ എങ്ങനെ കള്ളുകുടിയനായത്? പിന്നെ എങ്ങനെയാണ് അവൻ താൻ തോന്നിയായത്? നമ്മളെ വളർത്തിയത്, നമ്മൾ അവർക്ക് എന്ത് നൽകി എന്നുള്ളതാണ്. എത്ര ആളുകളാണ് മദ്രസ വിദ്യാഭ്യാസം ഉപയോഗിക്കാറുള്ളത്? മദ്രസ വിദ്യാഭ്യാസം കിട്ടുമ്പോഴല്ലേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മതപഠനം എന്ന് പറയുന്ന ഒരു സാധനം നടന്നു ഫീലിംഗ് എങ്ങനെ ഉണ്ടാകുക? നമ്മൾ എത്ര പേര് മദ്രസക്ക് പ്രാധാന്യം കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ മതപഠനത്തിന് പ്രാധാന്യം കൊടുക്കാറുണ്ട്? പലത് ലക്ഷ്യം വെക്കും, എൻ്റെ മക്കൾ ആരാകണം, അതിനൊന്നും തെറ്റില്ല. പക്ഷെ ഈ ലക്ഷ്യം നമുക്ക് മറക്കാൻ പറ്റും. പരലോകത്തെ ഒരു മനുഷ്യൻ വിജയിക്കുന്നത് ജീവിതത്തിന്റെ വിശുദ്ധിയിലും അവന്റെ ജീവിത വിശുദ്ധിയിലാണ്. ആ ജീവിത വിശുദ്ധി എന്ന് പറയുന്ന 3 കാര്യങ്ങളിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. ഒന്ന്, അവന്റെ വിശ്വാസ വിശുദ്ധി ഉണ്ടായിരിക്കണം. ഒരു മനുഷ്യന്റെ വിശ്വാസം വിശുദ്ധമാണെങ്കിൽ മാത്രമേ പരലോകത്ത് രക്ഷപ്പെടുള്ളൂ. രണ്ടാമത്തത്, അവന്റെ ഹൃദയത്തിന് വിശുദ്ധി ഉണ്ടാകണം, നല്ല ഹൃദയമായിരിക്കണം. മൂന്നാമത്തത്, അവന്റെ സ്വഭാവ വിശുദ്ധി. ഈ 3 വിശുദ്ധി ഉണ്ടാകുമ്പോഴാണ് ജീവിത വിശുദ്ധി എന്ന് പറയാൻ പറ്റുക. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിശ്വാസ വിശുദ്ധി തന്നെയാണ്. വിശ്വാസം വിശുദ്ധമാണെങ്കിൽ മാത്രമേ അവന്റെ ഹൃദയവിശുദ്ധിയും അവന്റെ പ്രവർത്തന വിശുദ്ധിയും അല്ലെങ്കിൽ അവന്റെ സ്വഭാവ വിശുദ്ധിയും അള്ളാഹു പരിഗണിക്കുന്നുള്ളൂ. വിശ്വാസത്തിൽ വിശുദ്ധിയില്ല, അതിൽ അഴുക്ക് സംഭവിച്ചിട്ടുണ്ട്, അതിൽ ദുൽമ കടന്നിട്ടുണ്ട് വിശ്വാസത്തിലെങ്കിൽ അവന്റെ ഹൃദയം എത്ര നല്ല മനുഷ്യനായിട്ട് കാര്യമില്ല. നമുക്ക് ചില ആളുകളൊക്കെ കണ്ടാൽ പറയും, ഓ എന്തൊരു നല്ല മനുഷ്യൻ, നമ്മൾ മാപ്പിളാരും കൂടി ഉണ്ടാവില്ല അത്ര നല്ല മനുഷ്യന്മാര്. അയാളെ ഹൃദയം നല്ല ഹൃദയമായിരിക്കും, നല്ല മനസ്സുണ്ടാവും അയാൾക്ക്. പക്ഷെ വിശ്വാസത്തിൽ വിശുദ്ധി ഇല്ലെങ്കിൽ ഹൃദയവിശുദ്ധിക്ക് പ്രാധാന്യമില്ല. ഹൃദയവിശുദ്ധിക്ക് വിശുദ്ധി ഇല്ലാത്തൊരു മനുഷ്യൻ സ്വഭാവ വിശുദ്ധി ഉണ്ടായ ഞങ്ങൾ അംഗീകരിക്കുമോ? നല്ല സ്വഭാവം പക്ഷെ ഉള്ളിൽ വേറെ ചിന്തയാണ്, നമ്മൾ അംഗീകരിക്കും അയാൾ നല്ല മനുഷ്യനാണ് നമ്മൾ പറയും. അയാളെ ഉള്ളിൽ പോക്കാണ് എന്ന് 100% മനസ്സിലാക്കിയ ഒരാൾക്ക് അയാളുടെ സ്വഭാവം നന്നായിട്ട് എന്താ കാര്യം? അപ്പൊ ഒരു മനുഷ്യന്റെ സ്വഭാവ വിശുദ്ധി നന്നാകുന്നതിന് മുമ്പ് അയാളുടെ ഹൃദയ വിശുദ്ധി ഉണ്ടാകണം. ഹൃദയം വിശുദ്ധമാണെങ്കിൽ സ്വഭാവം ഓട്ടോമാറ്റിക് നന്നാവും. ഇതേപോലെ മനുഷ്യന്റെ ഹൃദയം നന്നാകും അവന്റെ വിശ്വാസം കൃത്യമാണ് എങ്കിൽ, വിശ്വാസം കളങ്കരഹിതമാണെങ്കിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഇബ്രാഹിമിന്റെ 24-ാമത്തെ വചനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അലം തറ കൈഫ ദറബല്ലാഹു മതലൻ കലിമതൻ ത്വയ്യിബ. അലം തറ, നീ കാണുന്നില്ലേ? കൈഫ ദറബല്ലാഹു മതലൻ ത്വയ്യിബ, കലിമതൻ ത്വയ്യിബ, വളരെ പരിശുദ്ധമായ ഒരു വചനത്തെ അള്ളാഹു എങ്ങനെയാണ് ഉപമിച്ചിരിക്കുന്നത് എന്ന് നീ കാണുന്നില്ലേ? എത്ര സുന്ദരമായിട്ടാണ് അള്ളാഹു അതിന് ഉപമിച്ചിരിക്കുന്നത്. ഏതാ കലിമത്തിൻ ത്വയ്യിബത്ത് എന്ന് പറഞ്ഞാൽ? ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിലും വലിയ കലിമത്ത് ഏതാ ഉള്ളത്? അതിലും വലിയൊരു കലിമത്ത് അള്ളാഹുവിന്റെ അടുക്കലില്ല. ഏറ്റവും നല്ല കലിമത്ത് എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഒരു കലിമത്ത് ത്വയ്യിബത്തിനെ അള്ളാഹു ഉപമിച്ചത് കശജറത്തിൻ ത്വയ്യിബ,
ഒരു നല്ലൊരു മരത്തോടാണ്. ആ മരത്തിന്റെ പ്രത്യേകത അസ്ലുഹ സാബിത്ത്, അതിന്റെ വേരുകൾ അടിഭാഗത്ത് വളരെ ഉറച്ചതാണ്, ആർക്കും അനക്കാൻ കഴിയില്ല. ഒരു കാറ്റടിച്ചാൽ അത് വീഴൂല, ഒരു മഴ പെയ്താൽ അത് കടപുഴകി പോകൂല, ആർക്കും ഇളക്കാൻ പറ്റാത്ത ദൃഢീകരിച്ച് നിൽക്കുന്ന വേരുകൾ ഊന്നി പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു മരം. വഫറോഹ ഫിസ്സമാ, അതിന്റെ ചില്ലകൾ ആകാശത്തിലേക്ക് ഉയർന്ന് പന്തലിച്ച് നിൽക്കുന്നു. ഈ ഒരു മരത്തെ പോലെയാണ് കെലിമത്തിൻ ഷജറ, കെലിമത്തിൻ ത്വയ്യിബ. 3 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ ഉപമിക്കുന്നത്. ഒന്ന്, ആ മനുഷ്യനെ തന്നെ, ഒരു മുസ്ലിം, ഒരു വിശ്വാസിയാണ് ഉപമിക്കുന്നത്. ഒരു വിശ്വാസിയുടെ ഉള്ളിലുള്ള കെലിമത്തിൻ ത്വയ്യിബ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കശജറത്തിൻ ത്വയ്യിബ. ആ ഷജറത്തിൻ ത്വയ്യിബ എന്ന് പറയുന്നത് ഒരു മുഅ്മിനാണ്, ഒരു മുഅ്മിനെ ഉപമിക്കുന്നത്. അവന്റെ അസ്ലുഹ സാബിത്തുൻ, അവന്റെ ഹൃദയമാണ് പറയുന്നത്, അത് ഉറച്ചതാണ്, നല്ല കൽബായിരിക്കും അദ്ദേഹത്തിൻ്റെത്. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ അതിന് ഉപമിച്ചിട്ടുള്ളത് കശജറത്തിൻ ത്വയ്യിബ വഹുവൽ മുഅ്മിൻ അസ്ലുഹ സാബിത്തുൻ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ ഖൽബിൽ മുഅ്മിൻ. ഒരു മുഅ്മിന്റെ കൽബിലാണ് ആ അസ്ലുഹ സാബിത്തുൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അവന്റെ കൽബാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പരിശുദ്ധമായ കൽബ്. അതിന്റെ ചില്ലകൾ ആകാശത്തേക്ക് പടർന്ന് പന്തലിക്കുക എന്ന് പറയുന്നത് അവന്റെ അമൽ സ്വാലിഹാത്തുകൾ. ഒരു മരത്തെ ഉപമിക്കുകയാണ്. ആ ഒരു ഉപമ നമുക്കുണ്ടോ എന്നതാണ് നമ്മുടെ വിശ്വാസം. ഒരിക്കലും കളങ്കമില്ലാത്ത വിശ്വാസം. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും അള്ളാഹു തന്നെ സഹായിക്കും, അള്ളാഹു എന്നെ കൈവടിയില്ല, ഞാൻ അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കാൻ പാടില്ല, അവൻ ഹറാമാക്കിയ ഒരു കാര്യത്തിലേക്ക് എനിക്ക് പോകാൻ പറ്റൂല എന്ന ഒരു ഉറച്ച തീരുമാനം. അവിടെയാണ് നമ്മൾ വിശ്വാസത്തിന്റെ വിശുദ്ധി വരുന്നത്. എപ്പോഴാണ് മനുഷ്യൻ ശിർക്കിലേക്ക് പോകുന്നത്? തന്റെ റബ്ബിനോട് താൻ ചോദിച്ചിട്ട് നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ മറ്റു ദൈവങ്ങളിലേക്ക് പോകുന്നു. അവിടുന്ന് കിട്ടുമോ നോക്കട്ടെ. ഞാൻ എൻ്റെ റബ്ബിനോട് ചോദിക്കുന്ന ചോദ്യം റബ്ബ് പരിഗണിച്ചിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് റബ്ബിന് ഇഷ്ടമുള്ളവരെ ഇടയാളന്മാരാക്കി വെച്ചിട്ട് അവരോട് ചോദിക്കും. അതും റബ്ബിനോടുള്ള വിശ്വാസത്തിന്റെ ബലഹീനതയാണ്. കുറെ ചോദിച്ചു, ഉത്തരം കിട്ടുന്നില്ല, അപ്പൊ കിട്ടുന്നിടത്തേക്ക് പോവുക. ഇതൊക്കെ വിശ്വാസത്തിന്റെ ബലഹീനതയാണ്. ആ വിശ്വാസം ദൃഢീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവാണ് അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലുത്. അതാണല്ലോ ഇന്നലത്തെ പെരുന്നാളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ജീവിതത്തിൽ നമ്മുടെ തക്ബീറുകൾ, പെരുന്നാൾ ദിവസത്തെ തക്ബീറുകൾ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലുത് എൻ്റെ ശരീരമല്ല, എൻ്റെ സൗന്ദര്യമല്ല, എൻ്റെ സമ്പത്തല്ല, എൻ്റെ ജോലിയല്ല, എൻ്റെ മാതാപിതാക്കളല്ല, എൻ്റെ മക്കളല്ല, എൻ്റെ വീടല്ല, എൻ്റെ ബിസിനസ്സല്ല, എൻ്റെ ഭാര്യയല്ല, എൻ്റെ ഭർത്താവല്ല, പിന്നെ എനിക്ക് ഏറ്റവും വലുത് അല്ലാഹുവാണ്. ഇത് നിരന്തരം പറയുന്നതാണ് നമ്മുടെ തക്ബീറുകൾ. അതാണ് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ വിശുദ്ധി രേഖപ്പെടുത്തുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ് തക്ബീർ, അല്ലാഹു അക്ബർ. ആ തക്ബീർ ഉൾക്കൊണ്ട, അല്ലെങ്കിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ വിശുദ്ധിയാണ് രണ്ടാമത് പറയുന്നത്. ആ ഹൃദയത്തിൽ, നമ്മുടെ ഹൃദയത്തിന്റെ വിശുദ്ധി എപ്പോഴാണ് കണക്കാക്കാം? നല്ല ചിന്തകൾ. ഒരു മനുഷ്യന്റെ ഹൃദയം തന്റെ റബ്ബിനോട് അടുക്കുമ്പോഴാണ് അത് വിശുദ്ധമാകുന്നത്. തൗഹീദ് ഉണ്ടാകുമ്പോഴേ മനുഷ്യന്റെ മനസ്സ്, ഹൃദയം വിശുദ്ധമാകുള്ളൂ. ശുദ്ധമായ ഹൃദയത്തിൽ നിന്ന് നല്ല ചിന്തകൾ ഉണ്ടാകുള്ളൂ. മറ്റുള്ളവനെ ദ്രോഹിക്കണം എന്ന മനസ്സ് എവിടുന്നാണ്ടാണ്? ചീത്ത കൽബുന്നുണ്ടാകുന്നതാ. പക്ഷെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുകയാണ്, ഞാൻ ഒരു 50, 60, 70 കൊല്ലം ഇവിടെ ജീവിച്ച് മരിച്ചു പോകുമ്പോൾ ഞാൻ എന്ന് പറയുന്നൊരു വ്യക്തിയെ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ ഇവിടെ ഉണ്ടാകണം, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യണം, മരിച്ചു പോകുമ്പോൾ ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിക്കാൻ എനിക്ക് കഴിയണം. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ നാട്ടിൽ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, ഞാനുമായി ബന്ധപ്പെട്ട ആളുകൾ, എന്നെ സമീപിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ നല്ല സ്വഭാവങ്ങൾ, അവർക്കൊക്കെ നല്ല സഹായങ്ങൾ, ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനാകണം എന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒരു ഗോൾ സെറ്റ് ചെയ്താലോ? നമ്മൾ നമ്മളെക്കുറിച്ച് വിചാരിക്കുകയാണ്, നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെക്കുറിച്ച് ഈ ഒരു ചിന്തയാണ്. ഒരുപാട് നന്മകൾ ചെയ്തു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നില്ലേ സ്വഹാബത്ത്? വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്,
മൻ അഹബ്ബന്നാസീലല്ലാ, അള്ളാഹുവിന്റെ റസൂലെ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ജനങ്ങളുടെ കൂട്ടത്തിൽ ആരാണ്? ജനങ്ങളിൽ നിന്നും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരാണ്? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ അതിന് കൊടുത്ത മറുപടി അൻഫഅഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്തു കൊടുക്കുന്ന മനുഷ്യരെ. ജനങ്ങൾക്ക് ഉപകാരം. ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ ജീവിച്ച് കുറെ കാലം ജീവിച്ച് വളർന്ന് മരിച്ചു പോയിട്ട് ആർക്കെന്തുപകാരം? എന്തുപകാരം? എന്താ അതുകൊണ്ട് ഞാൻ കുറെ സമ്പാദിച്ചു എന്നുള്ളതോ? അത് എനിക്കല്ല ഉപകാരമുള്ളൂ. മറ്റുള്ളവർക്ക് എന്ത് ഉപകാരം? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വ ഇന്ന അഹബ്ബൽ അഅമാലി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം എന്താന്ന് വെച്ചാൽ സുറൂറുൻ തദ്ഖിലുഹു അലാ മുഅ്മിൻ, മറ്റൊരു വിശ്വാസിന്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. മറ്റുള്ള ആളുകൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, ഹെൽപ്പിംഗ് മൈൻഡ് ഉണ്ടാക്കുക, അത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. തക്ഷിഫ് അൻഹുർ കർബ, അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമോ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്ത് കൊടുക്കുക. ഔ തഖ്ലി അൻഹുദൈന, അവൻ വല്ല കടത്തിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് അവനെ സഹായിക്കുന്ന രീതിയിൽ സഹായിച്ചു കൊടുക്കുക. ഔ തതുറുദു അൻഹു ജൂഅ, അവൻ പട്ടിണി കിടക്കുന്ന വ്യക്തിയാണ്, ദരിദ്രനാണ് എങ്കിൽ അവന് ഭക്ഷണം കൊടുത്ത് അവന്റെ വിശപ്പ് മാറ്റുക. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ കാര്യങ്ങൾ പറയുന്നു, തുടർന്ന് പറയുന്നുണ്ട് ഇനിയും കുറേ കാര്യങ്ങൾ. ഒരു മനുഷ്യന്റെ കൽബിന്റെ വിശുദ്ധതയാണ് കാണിക്കുന്നത്. അതാർക്കാണ് ഉണ്ടാകേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട ഒരു മനുഷ്യനെ അള്ളാഹു ഉപമിച്ചത് ഇങ്ങനത്തെ പരിശുദ്ധവും പരിപാവനവും പവിത്രവുമായ കൽബിന്റെ ഉടമസ്ഥനായിരിക്കും അവൻ എന്നാണ് ഖുർആൻ പറയുന്നത്. സൂറത്ത് ഇബ്രാഹിമിൽ പറയുന്നത് അവന്റെ കൽബ് ഇങ്ങനെ ആയിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവന്റെ കൽബ് ഇങ്ങനെ ആയിരിക്കും. പിന്നെ അവന്റെ ചില്ലകളൊക്കെ ആകാശത്തേക്ക് പടർന്നു പന്തലിക്കും. ഒരു മരത്തെ നമുക്ക് എന്തൊക്കെ പോസിറ്റീവ് നമുക്ക് കാണാൻ പറ്റും. ആർക്കെങ്കിലും തണൽ വേണമെങ്കിൽ ഇതാ ഈ മരത്തിന്റെ ചുവട്ടിലേക്ക് വന്നാൽ മതി, തണൽ കിട്ടും. അവൻ ആട്ടി പുറത്താക്കൂല. മഴയത്തും വെയിലത്തും ആശ്വാസമാണ് മരം. ജനങ്ങൾ ഒഴിവാക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് ജനങ്ങൾക്ക് ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജൻ കൊടുക്കുന്ന ഒന്നാണ് മരം. ഷജറത്തുൻ ത്വയ്യിബ, ഒരു വിശ്വാസിയുടെ ഉദാഹരണം കഷജറത്തിൻ ത്വയ്യിബ, അതായിരിക്കുന്ന. അപ്പൊ നമുക്ക് അതിലേക്ക് കല്ലെടുത്ത് എറിഞ്ഞാൽ മാങ്ങ തിരിച്ചു കിട്ടുള്ളൂ, കല്ലല്ല തിരിച്ചു വരുന്നത്. ഒരു വിശ്വാസിയെ എത്രത്തോളം സുന്ദരമായി അള്ളാഹു ഉപമിക്കാൻ പറ്റിയോ അത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസി ഉപമിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു വിശുദ്ധി, ആ വിശുദ്ധിയോടൊപ്പം ഹൃദയത്തിനൊരു വിശുദ്ധത. ചില ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്, അവന്റെ സ്വഭാവത്തെക്കുറിച്ച്. സ്വഭാവം മോശമാകുന്നത് എവിടുന്ന? ഹൃദയത്തിന്റെ ഉള്ളിൽ തിന്മകൾ ഉണ്ടാകുമ്പോൾ, ഹൃദയത്തിന് വിശുദ്ധത നഷ്ടപ്പെടുമ്പോഴാണ് പെരുമാറ്റം ദൂഷ്യമാകുക. ചില ആളുകളെ കമ്മിറ്റിയിൽ എടുക്കാൻ പേടിയാ, അവൻ വന്ന് ആകെ കച്ചറയും എല്ലാത്തിനും ഇടങ്ങേറാക്കും. ചില ആളുകളാണ് നമ്മുടെ സമീപത്തേക്ക് വരുന്നതെങ്കിൽ തന്നെ നമുക്ക് ഇഷ്ടമുണ്ടാവില്ല. ചില ആളുകളെ കാണുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, അവൻ വരുന്നത് നമുക്ക് ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും. ഇത് അവന്റെ ഹൃദയത്തിന്റെ പ്ലസും മൈനസാണ്. നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം, നമ്മളെ കുറിച്ച് ജനങ്ങൾ കാണുന്നത് എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെ കുറിച്ച് ജനങ്ങൾ കാണുന്നത് കഷജറത്തിൻ ത്വയ്യിബത്തിൻ എന്ന് പറയുന്ന ആ ഒരു വിശേഷണം നമ്മളെ കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഞാൻ വരുന്നത്, ഞാൻ പങ്കെടുക്കുന്നത്, എന്റെ സഹവാസം, ഞാൻ ഉണ്ടാകുക എന്നത് മറ്റുള്ളവർക്കൊക്കെ സന്തോഷമുള്ളൊരു കാര്യമാണോ? അവർക്കൊക്കെ ഇമ്പമുണ്ടാക്കുന്ന കാര്യമാണോ? അതോ എന്നെ അവർ വെറുക്കുന്നുണ്ടോ? വെറുക്കുന്നുണ്ടെങ്കിൽ എന്റെ സ്വഭാവ വിശുദ്ധത എനിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം. അതൊരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ട ഒരു ഗുണമായിട്ട് വരുന്നതാണ്. അത്തരം വിശ്വാസികൾക്കുള്ളതാണ് സ്വർഗം. അപ്പൊ ജീവിത വിജയം എന്ന് പറയുന്നത് ജീവിത വിശുദ്ധിയിലൂടെ മാത്രം കിട്ടുന്നൊരു സംഗതിയാണ്. ജീവിത വിശുദ്ധി എന്ന് പറയുന്നത് അത് വിശ്വാസത്തിന്റെയും അവന്റെ ഹൃദയത്തിന്റെയും അതുപോലെ അവന്റെ സ്വഭാവത്തിന്റെയും വിശുദ്ധിയിലൂടെ കിട്ടുന്നൊരു കാര്യമാണ്. നമ്മൾ അതിന്റെ ആളുകളായിരിക്കണം. അത് ഞമ്മക്കാണ് അവകാശപ്പെടാനുള്ളത്. ഏറ്റവും നന്നായി അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ, ഈ മനുഷ്യക്കുലത്തിൽ അള്ളാഹു ആരെയാണ് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ നോക്കൂ. നമ്മളല്ലേ? അള്ളാഹുവിന് പുത്രനുണ്ട്, ആ പുത്രനാണ് യേശു എന്ന് പറയുന്ന ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമുണ്ടാവുമോ? സാധാരണ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് പറയല്. പക്ഷെ ഇവിടെ മനുഷ്യന്മാർ ദൈവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്മാരുണ്ടാക്കിക്കൊണ്ടിരിക്കുക ദൈവങ്ങളെ കൊത്തുപണികളിലൂടെ. അവർ അള്ളാഹുവിന് ഇഷ്ടമുണ്ടാവോ? ബഹുദൈവാരാധകർ അള്ളാഹുവിന് ഇഷ്ടമുണ്ടാവോ? അള്ളാഹുവിന് ആരെ ഇഷ്ടപ്പെടുക? തൗഹീദുള്ള ആൾക്കാരെ.
ഈ തൗഹീദുള്ള ആളുകളാണ് നമ്മൾ. നമ്മളിലല്ലാതെ ഈ ഹൃദയ വിശുദ്ധതയും സ്വഭാവ മഹിമയും പിന്നെ ആരിലാണ് ഇനി പ്രതീക്ഷിക്കാനുള്ളത്? അതുകൊണ്ട് സഹോദരന്മാരെ, കശജറത്തിൻ ത്വയ്യിബ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ച ആ മുഅ്മിനിന്റെ സ്വഭാവ ഗുണങ്ങൾ ഉണ്ടായി നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം പരലോകമാണ് എന്ന് ശരിക്കും ഉൾക്കൊണ്ട് ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹദ അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് മനുഷ്യരെ പടച്ചു വിടുന്ന സമയത്ത് ആലമുൽ അർവാഹിൽ വെച്ച് ആദം നബിയുടെ മുതുകിലൂടെ ഇനി ജനിക്കാൻ പോകുന്ന മുഴുവൻ കുഞ്ഞുങ്ങളെയും എടുത്ത് അവരുടെ ആത്മാവിനോട് അള്ളാഹു ചോദിച്ചൊരു ചോദ്യമുണ്ട്. അലസ്തു ബിറബ്ബിക്കും, നിങ്ങളുടെ എല്ലാവരുടെയും റബ്ബ് ഞാനല്ലേ? ബല ഷഹിദിന, അതെ നീയാണ് റബ്ബ്, ഞങ്ങളതിന് സാക്ഷിയാണ് എന്ന് ഈ ഭൂമിയിൽ ആദമിന്റെ മക്കളായി ജനിച്ചു വീഴുന്ന മുഴുവൻ മനുഷ്യരും അള്ളാഹുവിന് കരാറ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പരിശുദ്ധതയിലാണ് എല്ലാ മനുഷ്യരും ജനിച്ചു വീഴുന്നത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, അതൊരു കാഫിറിന്റെ മകനാണെങ്കിൽ, ഒരു ബഹുദൈവാരാധകന്റെയോ ദൈവനിഷേധിയുടെ മകനാണെങ്കിലും ആ കുഞ്ഞ് ജനിച്ചു വീഴുന്നത് ഈ ഒരു ശുദ്ധ പ്രകൃതിയിലാണ്. ഈ ഒരു തൗഹീദ് അവൻ ജനിക്കുന്നത്. ഇനി അവന്റെ മനസ്സിൽ എന്തിട്ട് കൊടുക്കുന്നു, അത് ആരട്ട് കൊടുക്കണേ? അവന്റെ രക്ഷിതാക്കള്. അവിടെയാണ് നമ്മളെ റോള്. നമ്മുടെ റോൾ അവിടെയാണ്. നമ്മുടെ മക്കൾ എങ്ങനെ വളരണം അവർക്കറിയില്ല. എല്ലാ ജീവികളും ജനിച്ചു വീഴുമ്പോഴോ അവരുടെ മുലകൂടി തീരുമ്പോഴേക്കും അവർക്കറിയാം എങ്ങനെ ജീവിക്കണം. മനുഷ്യർക്കറിയില്ല. മനുഷ്യൻ ഫുൾ ബ്ലാങ്കിലാണ് ജനിക്കുന്നത്. അവന്റെ മാതാപിതാക്കളാണ് അവൻ ഓരോന്നും അവന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ബാധ്യത നിർവഹിക്കുന്നത്. നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്നത് എന്താണ്? നമ്മുടെ മകനായതിന്റെ പേരിൽ ആ കുട്ടിക്ക് ശരിക്ക് മതവിദ്യാഭ്യാസം, അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ പഠനം അല്ലെങ്കിൽ മതത്തെക്കുറിച്ചുള്ള ജ്ഞാനം ലഭിച്ചിട്ടില്ല എങ്കിൽ അതിന്റെ ഉത്തരവാദി ആരാണ്? നമ്മളാണ്. നമ്മുടെ മകനായതുകൊണ്ടാണ് അവനെ ഏറ്റവും നന്നായി ദീൻ പഠിപ്പിച്ചു കൊടുത്തത് എങ്കിൽ അതിന്റെ അവകാശി ആരാ? നമ്മളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യമാണ്. ഓരോ മനുഷ്യനും ഈ ഒരു നന്മയിലാണ് ഭൂമിയിൽ ജനിക്കുന്നത്. പിന്നെ അവൻ ചെയ്യുന്ന ഓരോ തിന്മകൾ അവന്റെ ഹൃദയത്തിൽ കറുത്ത പുള്ളികൾ ഉണ്ടാക്കി തീർക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുഅ്മിന ഇദാ അദ്നബ കാനത്ത് നുക്തത്തും സൗദാഉം ഫീ ഖൽബി. ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്താൽ വെണ്മയാൽ വീശുന്ന പ്രകാശപൂരിതമായ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളിയാണ് വരും. ഫഇൻ താബ വനസഅ ഫസ്തഗ്ഫറ സുഖില ഖൽബുഹു. അങ്ങനെ അവൻ അതിൽ നിന്നും തൗബ ചെയ്ത് മടങ്ങി, അവൻ നന്നാക്കി തീർത്തു. അങ്ങനെ അവൻ അള്ളാഹുവിനോട് പാപമോചനം തേടിയാൽ ആ കറ അള്ളാഹു മായ്ച്ചു കളയും. അതേസമയം ഫൈൻ സാദത്, ആ തെറ്റിൽ നിന്നും തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങുന്നതിന് പകരം വീണ്ടും അവന് കിട്ടുന്ന സാഹചര്യങ്ങൾ കൂടുതൽ തിന്മകൾ ഉണ്ടാക്കാൻ അവൻ തയ്യാറായാൽ അതങ്ങനെ പെരുകും. ആ തിന്മകൾ ഇങ്ങനെ പെരുകിയിട്ട് അവന്റെ ഹൃദയത്തിൽ അവസാനം നന്മ കടന്നുകൂടാൻ പറ്റാത്ത രീതിയിൽ അതിന് മാറ്റും. കല്ല ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ എന്ന് സൂറത്ത് മുത്തഫിഫീനിൽ അള്ളാഹു പറഞ്ഞത് അതിനെ പറ്റിയാണ്. തിന്മകൾ ചെയ്തിട്ട് അവൻ ചെയ്ത തിന്മകളുടെ കാഠിന്യത്താൽ അതിലേക്ക് ഇനി ഒരു പ്രകാശം കടന്നു വരാൻ കഴിയുന്നില്ല. അത്രയ്ക്ക് ഇരുട്ടായി. ചില തിന്മകൾ നമ്മൾ ചെയ്യുമ്പോൾ ആ തിന്മകളുടെ മേൽ അള്ളാഹുവിന്റെ ഒരു വെറുപ്പ് കൊണ്ട് പിന്നെ ഒരു കാര്യത്തിൽ സത്യം എന്താണെന്ന് വിചാരിച്ചാൽ പോലും പരിശ്രമിച്ചാൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കോലത്തിൽ അള്ളാഹു നമ്മളെ വഴികളിലാക്കുന്ന, അള്ളാഹു മനുഷ്യനെ ലോലാലത്തിലാക്കും. അതിന് കാരണം അവന് നന്മ കിട്ടിയിട്ട് പറഞ്ഞു കൊടുത്തിട്ട് ആ നന്മക്കെതിരെ അവൻ നിരന്തരം പ്രവർത്തിച്ചിട്ട് അള്ളാഹുവിന്റെ വെറുപ്പ് കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൻ എത്ര വിചാരിച്ചാലും അവന് സത്യം മനസ്സിലാക്കാൻ കഴിയില്ല. നുവല്ലിഹി മാ തവല്ല, ഏത് റൂട്ടിലൂടെയാണോ അവൻ പോയത് അത് തന്നെയാണ് ശരിയെന്ന് അള്ളാഹു അവനോട് തോന്നിപ്പിക്കും.
പിന്നെ ഓ ഖുർആൻ എടുത്ത് വായിച്ചാലും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഖുർആൻ എന്ന് ഒരു തെളിവ് കിട്ടും. ബിദഅത്തുകൾ ചെയ്യാൻ ഹദീസ് എന്ന് ഒരു തെളിവ് കിട്ടും. കാരണം എന്താ? ഹദീസിൽ ബിദഅത്ത് ചെയ്യാൻ തെളിവില്ല. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഖുർആനിൽ തെളിവുണ്ടായിട്ടല്ല. അവരെത്ര പരിശ്രമിച്ചാലും അവർക്ക് തെറ്റ് ചെയ്യാനേ കിട്ടുള്ളൂ. അവരെ കൽബ് അള്ളാഹുവിന് വെറുത്തു പോയി എന്നുള്ളതാണ്. ഇതേപോലെ നമ്മൾക്ക് ചില കാര്യങ്ങളിൽ നന്മ തിന്മ മനസ്സിലാക്കാൻ കഴിയില്ല. ചില കാര്യങ്ങളൊക്കെ നമ്മളോട് ചെയ്ത് കൂട്ടിയതിന് ശേഷം നമ്മൾ പറയും വേണ്ടില്ലായിരുന്നു, ചെയ്യേണ്ടില്ലായിരുന്നു, ഞാൻ നേരത്തെ എന്തോ തോന്നിപ്പോയി. എന്തേ തോന്നാൻ കാരണം നമ്മുടെ മനസ്സാണ് നമ്മോട് ആ തിന്മ ചെയ്യാൻ പറഞ്ഞത്. നമ്മുടെ മനസ്സാണ് ആ തിന്മ ചെയ്യാൻ പറഞ്ഞത്. അതേ മനസ്സാണ് ഇപ്പോൾ നമ്മളെ അടുത്തുള്ളത്. നമുക്ക് പുതിയ മനസ്സൊന്നും വന്നിട്ടില്ല. പക്ഷെ ഈ മനസ്സ് നമ്മോട് ഇപ്പൊ പറയുന്നു ആ ചെയ്തത് ശരിയായില്ല. അപ്പോ നമുക്ക് ചോദിക്കാമല്ലോ മനസ്സിനോട്, ഇതുവരെ ഓടിയത് ഞാൻ ആ തിന്മ ചെയ്യാൻ എന്നോട് നീ തന്നെയല്ലേ പ്രേരിപ്പിച്ചത്? തിന്മ ചെയ്യരുത് എന്ന് പലപ്പോഴും വിലക്കിയിട്ടും ആ വിലക്ക് പരിഗണിക്കാതെ തിന്മ ചെയ്തു കൂട്ടിയ മനുഷ്യനോട് ചില സമയത്ത് നന്മ കൽപ്പിക്കാൻ നമ്മുടെ മനസ്സ് തയ്യാറാകൂല, മാറി നിൽക്കും, ഉപദേശം നിർത്തിവെക്കും കൽബ്. പിന്നീട് നമ്മുടെ മനസ്സിൽ പറയും അന്നാ ചെയ്തത് ശരിയായില്ല. അങ്ങനെ ഒരു സംഭവം ജീവിതത്തിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് തൗബ ചെയ്ത് നമ്മൾ മടങ്ങിയിട്ടില്ലെങ്കിൽ പരലോകത്തെത്തുമ്പോഴായിരിക്കും ഇത് വലിയൊരു തിന്മയായിട്ട് നമ്മുടെ മേലുണ്ടായിരിക്കുക. ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം കുറെ സമ്പാദിക്കലല്ല, അതൊരു ജീവിതത്തിലെ വിജയമാണ് സമ്പാദ്യം. നല്ലൊരു ജോലി കിട്ടുക, നല്ലൊരു പ്രശംസ ലഭിക്കുക, നല്ല വരുമാനം ഉണ്ടാക്കുക, ഒരാൾ മുമ്പിലും കൈനീട്ടാതെ അന്തസ്സോടുകൂടി ജീവിക്കുക, അതൊക്കെ ജീവിതത്തിലെ വിജയങ്ങളാണ്. അതൊക്കെ നമുക്ക് വേണം. ഒരു മുസ്ലിമിന്റെ അഭിമാനം അവൻ നിലനിർത്തണം. പക്ഷെ ആത്യന്തികമായ ഒരു മനുഷ്യന്റെ വിജയം എന്ന് പറയുന്നത് A+ കിട്ടുന്നതിലല്ല, ജോലി കിട്ടുന്നതിലല്ല, പിന്നെയോ പരലോകത്ത് വിജയിക്കുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം, നമ്മളത് ഉൾക്കൊള്ളണം. എൻ്റെ ഉപ്പാനെ കണ്ടാൽ പരലോകത്ത് സമ്പാദിക്കുന്ന മനുഷ്യൻ എന്ന് നമ്മുടെ മക്കൾ നമ്മളെ കുറിച്ച് പറയാൻ കഴിയണം. അത് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ റോൾ മോഡലാണോ നമ്മുടെ മക്കൾക്ക്? നന്മ കാണിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ, തിന്മയിൽ നിന്ന് മാറി നിൽക്കുന്ന വിഷയത്തിൽ, മക്കൾക്ക് എങ്ങനെ വളരണം എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ റോൾ മോഡലാണോ എന്ന് നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. അപ്പൊ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് പരലോകമാണ് എന്നുള്ളത് നമ്മുടെ മക്കളെയും നമ്മളും എല്ലാം ബോധ്യപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ ലക്ഷ്യം നേടിയെടുക്കുന്ന, അതായത് പരലോകത്ത് വിജയം കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.